ഹോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റും അതിലുപരി ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുന്നതോടൊപ്പം ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുകയും വേണം. ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാനായി 1/2 കിലോ പച്ചരി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി അത് തോരാനായി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ശർക്കരയും 3 ചെറുപഴവും 5 ഏലക്കായും ഇതിനായി എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതിനെ ഉരുക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് തോരാനായി മാറ്റി വെച്ചിരുന്ന അരി അതിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. 2ാം തവണ അരി പൊടിക്കുമ്പോൾ അതിനോടൊപ്പം ഏലക്കായും കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതേ ജാറിൽ തന്നെ പഴവും നമുക്ക് അടിച്ച് മാറ്റി വെക്കണം. ഇനി ഈ മാവിലേക്ക് നമുക്ക് ശർക്കര ഒരു അരിപ്പയിൽ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടോടെ ഒഴിക്കുന്നതിനും പ്രശ്നമില്ല. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കട്ടകളൊക്കെ ഉടയുന്നത് വരെ നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടിച്ച് മാറ്റി വെച്ചിരുന്നതായ പഴം കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പം നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ മിക്സ് ഒരുപാട് കട്ടിയായി പോകരുത്. ഒരല്പം ലൂസോടുകൂടെ തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമെങ്കിൽ നമുക്കൊരല്പം വെള്ളം കൂടെ ചേർക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ബാറ്റർ നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കണം. ഞാനിത് തലേ ദിവസം രാത്രിയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെയാണ് ഞാനിത് ചുടാനായി എടുത്തത്. നമുക്ക് നോക്കാം. ബാറ്റർ ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ രീതിയിലായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഇവിടെ സോഡാപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാനൊരല്പം തേങ്ങ കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ തേങ്ങ ഈ കണ്ടില്ലേ, ഈ രീതിയിൽ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇതൊന്ന് ചുമന്ന് കിട്ടുന്നത് വരെ വറുത്തെടുക്കണം. ഇനി ഈ എണ്ണയിൽ നിന്ന് ഇതിനെ ഒന്ന് കോരി മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഉണ്ണിയപ്പം ചുടാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയത്തിലാക്കി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മുടെ ഇത് മീഡിയം ആക്കി വെക്കേണ്ടത്. ഇനി ഇതിലെല്ലാത്തിലും മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ഇനി മറ്റേ സൈഡും ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. തീർച്ചയായും ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.